മാടായിപ്പള്ളിയിൽ നടന്ന കവർച്ചാശ്രമത്തിൽ പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി. കേരളത്തിൽ കവർച്ചാശ്രമങ്ങളും കളവുകളും വ്യാപകമായി വർദ്ധിച്ചു വരികയാണെന്നും പ്രതികളെ കണ്ടെത്തുന്നതിൽ പോലീസ് അനാസ്ഥ കാണിക്കുകയാണെന്നും കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണെന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ പഴയങ്ങാടി പള്ളിയിൽ നടന്ന കളവെന്നും അദ്ദേഹം പറഞ്ഞു. മസ്ജിദിനോടനുബന്ധിച്ച് വളരെ പ്രശസ്തമായ ഒരു മക്കാം കൂടി സ്ഥിതി ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെയാണ് വളരെ ഗൗരവതരത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം അനിവാര്യമായിട്ടുള്ള ഒരു കളവ് ശ്രമം നടന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട 4 ഭണ്ഡാരങ്ങൾ അത് കുത്തി തുറന്ന് പണം അപഹരിക്കാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. മാടായിൽ ഇതേ പള്ളിയിൽ തന്നെ കളവ് നടക്കുന്നത് ആദ്യമല്ല. ഇതിനു മുമ്പും ഇത്തരത്തിൽ ചില ശ്രമങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്താണ് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇരുട്ടിൻ്റെ മറവിൽ ആരൊന്നുമില്ലാത്ത സമയത്ത് ഇതുപോലുള്ള ആരാധനാലയങ്ങൾ കയറി കളവ് നടത്തുക എന്നുള്ളത് സാമൂഹ്യദ്രോഹികളുടെ ഒരു ശീലമാണ്. എന്നാൽ അത് കണ്ടറിഞ്ഞു അതിൻ്റെ ഗൗരവാവസ്ഥ മനസ്സിലാക്കിയും ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കാൻ പോലീസിന് കഴിയാത്തത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. വിശ്വാസികൾക്ക് വലിയ വേദനയും പ്രയാസവും വലിയ പ്രതിഷേധവും ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് മാടായിപ്പള്ളിയിൽ ഇന്നലെ രാത്രി നടന്നത്. ഇവിടെ മക്കാമിൻ്റെ അകത്ത് തന്നെ 3 ഭണ്ഡാരങ്ങളാണ്. മക്കാമിനകത്ത് കയറിയിട്ടാണ് പ്രതി ഈ വലിയ കുറ്റം ചെയ്തിട്ടുള്ളത്. അത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു വീഴ്ചയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. തീർച്ചയായും അടിയന്തരമായി പോലീസ് ഈ കാര്യത്തിൽ ഇടപെട്ട് അതിന് കുറ്റവാളിയെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കണം. മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മാടായിൽ പ്രത്യേകിച്ചും അതുപോലെ തന്നെ മറ്റ് കേന്ദ്രങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണം. പോലീസ് ഉണർന്ന് പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ വിശ്വാസികൾക്ക് ഉണ്ടാക്കാവുന്ന വലിയ പ്രയാസങ്ങൾ, പ്രതിഷേധങ്ങൾ അതിനൊക്കെ ഈ സർക്കാരും അതുപോലെ തന്നെ പോലീസുമാണ് മറുപടി പറയേണ്ടി വരിക. അത്തരമൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കാനുള്ള ബാധ്യത പോലീസിനാണ് എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്.